ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ 10ാമത്തെ സൂറത്തായിട്ട് നിങ്ങൾക്ക് വന്നത് സൂറത്തുൽ ഖുറൈശ് ആണ്. അപ്പോൾ അതിൻ്റെ പാഠഭാഗം ഉസ്താദ് ഓതുന്നതിൻ്റെ വോയിസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് താഴെയുള്ള വർക്കുകൾ നോക്കാം. بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف لإيلاف قريش إيلافهم رحلة الشتاء والصيف. ഈ ആയത്ത് ഓതുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കണ്ടുവരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈലാഫിഹിം റിഹ്ലത ശിതാഇ. ശരിക്കും നോക്കി, ശിതാ എന്നതിൽ ഷീന് ശേഷം താ ആണുള്ളത്. ആ താഇന് പകരം തോ പറയുന്ന ആളുകൾ ധാരാളം ഉണ്ട്. റിഹ്ലത ശിതാഇ, നോ റിഹ്ലത ശിതാഇ അല്ല, റിഹ്ലത ശിതാഇ. വസ്സൈഫ് فليعبدوا رب هذا البيت. اوكي، فليعبدوا رب هذا البيت. فليعبدوا رب هذا البيت. ഇവിടേക്ക് ഖുറൈശ് വസ്സൈഫ് ഹാദൽ ബൈത്ത് മദ്ദുല്ലീൻ ഇല്ല. അപ്പോ ഹാദൽ ബൈത്ത് മദ്ദുല്ലീൻ. അടുത്തതും അല്ലദീ മദ്ദുണ്ട്. അത്അമഹും മിൻ ജൂഅ്. അവിടെ മീമിന് ശേഷം മീമു വന്ന ഇദ്ഗാമുണ്ട്, പിന്നെയോ ഇഖ്ഫാ ഉണ്ട്. വആമനഹും മിൻ ഖൗഫ്. നഖറ വായിക്കാൻ എന്താ വന്നത്? ലിഈലാഫി ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നിങ്ങൾ അക്ഷരങ്ങൾ നോക്കി വായിക്കുമ്പോൾ കുട്ടികൾ നന്നായി മനസ്സിലാക്കുക. റിഹ്ല ത അവിടെ നിർത്തി അഷിത എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന വസ്ലിൻ്റെ അലിഫ് എന്നാ പറയുക. അതായത് സ്വാദിൻ്റെ ചെറിയ തല പോലെ ഫത്തഹ് മാതിരി ഇവിടെ എഴുതുന്ന ഈ അലിഫിന് വസ്ലിൻ്റെ അലിഫ് എന്നാണ്. അത് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിലെ തജ്വീദ് ഖുർആനിൽ പഠിക്കാനുണ്ട്. അപ്പോൾ വിശദമായിട്ട് അപ്പോൾ പറയാം. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് ആന്ന് പറയൂല. അത് ആ ഉച്ചാരണത്തിൽ വരുന്നത് ഒരു ആയത്തിൻ്റെ ഒരു തുടക്കത്തിലാണെങ്കിലാണ്. എന്താ അല്ലദീ അത്അമഹും, അങ്ങനെ തുടക്കത്തിൽ വരുന്ന അലിഫ് മാത്രമാണ്, വസ്ലിൻ്റെ അലിഫ് മാത്രമാണ് ആ എന്ന് നമ്മൾ ഉച്ചരിക്കുള്ളൂ. ഇങ്ങനെ ഇടയിൽ വരുമ്പോൾ അതിനെ ഉച്ചരിക്കാതെ നമ്മൾ ഷംസിയും കമരിയും പഠിച്ചിട്ടുണ്ട്. അവിടെ പഠിച്ച ആ ഒരു ഇതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇവിടെ ഹാദൽ ബൈത്ത്, ഇവിടെ കമരിയാണ്. അപ്പം നമ്മൾ ഹാദൽ ബൈത്ത് അൽ ബൈത്ത് എന്ന് പറയും. ഹാദൽ ബൈത്ത് ഇവിടെ അലിഫ് ഇടയിലാണ് വന്നത്, അതുകൊണ്ട് അത് ഉച്ചരിച്ചില്ല. ഇവിടെ റിഹ്ല തശ്ശിതാഇ ഇവിടെ ഷംസിയാണ്, അതുകൊണ്ട് അത് ചേർത്ത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇടയിൽ വരികയാണെങ്കിൽ പറയൂല. അപ്പോൾ സൂറത്തുകളുടെ ആയത്തുകളുടെ തുടക്കത്തിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ
ഇവിടെ ഒരു ആയത്ത് അവസാനിച്ച് അടുത്ത ആയത്തിൻ്റെ ആദ്യത്തിൽ വന്നതുകൊണ്ട് നമ്മൾ ആ എന്ന് ഉച്ചരിച്ചു. ഇടയിൽ വരുമ്പോൾ ഉച്ചരിക്കൂല. അത്രയും മനസ്സിലാക്കിയാൽ മതി അവിടെ കേട്ടോ. പിന്നെ ഈ സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തോ ആണ്. തോ സിറാത്തല്ലദീന സിറാത്തല്ലദീന തോ. ഹമ്മാലത്തൽ ഖതബ് ലത്തൽ ഖതബ് ഫവസത്ന ബിഹി ത് മത്ലഇൽ ഫജ്ർ മത്ത് വതൂരി സീനീൻ. മനസ്സിലാക്കുക. യതീറു ബിജനാഹൈൻ യതീറു തി മുഹീത്ത് മിൻ അത്റാഫിഹാ ത് ഫതുബ്യ ഐനാണ് ഫതുബ്യ തു. അപ്പോൾ തോകളുടെ ഖുർആൻ എഴുത്തിൽ വരുന്ന എഴുത്ത് രീതിയും ഉച്ചാരണവും ഒക്കെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ തോ വന്നത് എവിടെയാണെന്നൊക്കെ കുട്ടികൾ മനസ്സിലാക്കുക. അടുത്തത് താഴെ തന്ന സൂറത്തിൽ തോ കണ്ടെത്തി നമുക്ക് അടയാളപ്പെടുത്താം. എന്നിട്ട് എത്ര തോ കണ്ടെത്തി നമുക്കിവിടെ എഴുതി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ആയത്തിലുണ്ടോ? ഇല്ല. രണ്ടിലുണ്ടോ? ഇല്ല. എവിടെയാണ് ഉള്ളത്? നമുക്ക് ഇങ്ങനെ നോക്കി പോവാം. ഞാൻ കാണാത്തത് നിങ്ങൾ കാണുകയാണ് അടയാളപ്പെടുത്തണം. ഇവിടെ ഉണ്ട് 1. പിന്നെ എവിടെയാണ്? ഇങ്ങനെ പോവുക. എവിടെയാണ് ഉള്ളത് നോക്കുക. ഇവിടെ ഒന്നുമില്ല. പിന്നെ എവിടെയാണ്? ഇവിടെ ഉണ്ടോ? ഇവിടെ തോ ഉണ്ട്, പക്ഷെ തോന് പുള്ളി ഉണ്ട്. അപ്പോൾ ഇവിടെ ലോ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ തോ ലോ രണ്ടും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോ ആണ്, അത് വേണ്ട. പിന്നെ എവിടെയാണ്? നിങ്ങളെവിടെയും കണ്ട് അടയാളപ്പെടുത്തണം കേട്ടോ. എന്നിട്ട് എണ്ണ നമുക്ക് അടുത്ത ഇവിടെ. പിന്നെ തിർ ഇവിടെ. പിന്നെ എവിടെയാണ്? എത്രയാണ് ഞാൻ കണ്ടത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി കൂട്ടി എണ്ണിയിട്ട് നമുക്കവിടെ എഴുതി വെക്കാം. പിന്നെന്താണ് ഇവിടെ വരുന്ന വർക്ക്? എന്താണ്? റസ്മുൽ ഖുർആൻ. ഖുർആനിലെ എഴുത്ത് രീതിയാണ്. റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയാണ് നമ്മളെ ഖുർആനിലെ എഴുത്ത് രീതി. ആ രീതിയിൽ എഴുതിയ ലി ഈലാഫി ലി ഈലാഫി. അപ്പോൾ റസ്മുൽ ഉസ്മാനി രീതിയിൽ ഇങ്ങനെയാണ് ലി ഈലാഫി എന്ന് എഴുതുക. മനസ്സിലാക്കുക. നിങ്ങൾക്ക് 3 രീതിയിൽ ലി ഈലാഫി തരും പരീക്ഷയ്ക്ക്. എന്നിട്ട് അതിൽ റസ്മുൽ ഉസ്മാനി എഴുത്ത് ഖുർആനിലെ എഴുത്ത് രീതി ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ ഈലാഫിക്ക് ടിക്ക് ചെയ്യണമെങ്കിൽ ഇത് നന്നായി മനസ്സിലാക്കുക. അതുപോലെ ഈലാഫിഹിം ഈലാഫിഹിം. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്നൊക്കെ മനസ്സിലാക്കുക. അതുപോലെ ഹാദ ഹാദ. നമ്മൾ ഹാ ഇങ്ങനെ നീട്ടുന്ന ഹാ ഒക്കെ ഇടും. അങ്ങനെ ഹാദ എന്നുള്ള എഴുത്ത് രീതിയൊക്കെ വരും. ഇങ്ങനെ ഹാ ഹാദ. മനസ്സിലായില്ലേ? ഹാദാന്ന് ഇങ്ങനെ എഴുതാം. പക്ഷേ റസ്മുൽ ഉസ്മാനിയിലെ എഴുത്ത് രീതി ഇതാണ് ഹാദ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ 2-3 രീതിയിൽ തരും ഹാദ. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഏതാണ് റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതി എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടിക്ക് ചെയ്യാൻ കഴിയണം. അതുപോലെ വ ആമനഹും വ ആമനഹും. കിയാസ് എഴുത്ത് രീതി, റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതി. അത് കിയാസ് തന്നെ പഴയ രീതി. റസ്മുൽ ഉസ്മാനി ഇത് ഈ എഴുത്ത് രീതിക്കാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ലി ഈലാഫി ഈലാഫിഹിം ഹാദ വ ആമനഹും. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. എത്രയാണ് ഖുറൈശ് സൂറത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. സൂറത്ത് നന്നായി ഓതി പഠിക്കുക. അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് കാണാതെ പഠിക്കാനൊക്കെ ഉള്ള സൂറത്ത് തന്നെയാണ്. അപ്പോൾ അത് എല്ലാവരും മനപ്പാടാക്കും. പക്ഷേ അതിൻ്റെ കൂടെ അക്ഷരങ്ങളും കൂടി നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.